ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് പ്രൊഡ്യൂസ് ഡയറിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് എല്ലാം തന്നെ എന്താണ്? ഓൾ ആർ ആന്റിബയോട്ടിക്സ് അല്ലെ. അസിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ, ഒലിൻറ്റോമൈസിൻ, എരിത്രോമൈസിൻ, ഇതെല്ലാം ആന്റിബയോട്ടിക് ആണ്. പക്ഷെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിവിയർ ഡയറിയ, പേഷ്യന്റ് വിൽ ബി ഷോയിങ് അസ് സിവിയർ ഡയറിയ. അത് ഏത് ഡ്രഗ് ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ അതേതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ക്ലിൻഡാമൈസിൻ. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിൻഡാമൈസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആംഫിറ്റമൈൻ ഈസ് നിങ്ങളോട് ആംഫിറ്റമൈനെ പറ്റി ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഡോക്സാപ്രാം, ആംഫിറ്റമൈൻ, ഇവരെല്ലാവരും എന്താണ്? ഇവരെല്ലാവരും CNS സ്റ്റിമുലൻസ് ആണ്. ഓക്കെ, അതായത് CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആംഫിറ്റമൈൻ, അനലെപ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്താണ്? CNS സ്റ്റിമുലന്റ് ആണ്. അപ്പം ആംഫിറ്റമൈൻ എന്ന് പറയുന്നത് ഒരു അനലെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആന്റിസെപ്റ്റിക്, used to kill microorganism on living tissues അല്ലെ. അതാണ് ആന്റിസെപ്റ്റിക്. ആന്റിഹിസ്റ്റമിൻ എന്താണ്? ബോഡിയിലുള്ള ഹിസ്റ്റമിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആന്റിഹിസ്റ്റമിൻ. ഓക്കെ, സോ ആന്റി കൺവൾസന്റ് എന്താണ്? ആന്റി കൺവൾസന്റ് സീഷറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസ് ആണ് ആന്റി കൺവൾസൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടന്റ് ലൂപ്പ് ഡയൂററ്റിക് ഈസ്. ഇപ്പൊ നമ്മൾ ലൂപ്പ് ഡയൂററ്റിക്സ് ആരൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫ്രൂസിമൈഡ്, മാനിറ്റോള്, എസിഡെക്സ്, യൂറിയ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പൊട്ടന്റ് ലൂപ്പ് ഡയൂററ്റിക് ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഫ്രൂസിമൈഡ് ആണ് ഉത്തരം. പൊട്ടന്റ് ലൂപ്പ് ഡയൂററ്റിക് എന്ന് പറയുന്നത് ഫ്രൂസിമൈഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ. മാനിറ്റോളും ഒരു ഡയൂററ്റിക് തന്നെയാണ്, പക്ഷെ ഇത് ഓസ്മോട്ടിക് ഡയൂററ്റിക് ആണ്. അപ്പൊ നമ്മള് യൂഷ്വലി നമ്മുടെ കാർഡിയോവാസ്കുലർ ഏജൻസ് പഠിക്കുന്ന സമയം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് വളരെ ഫെമിലിയർ ആവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നല്ലോ, ഏതായിരുന്നു? ഡ്രഗ്സ്, അരിത്മിയക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതായിരുന്നു എന്നായിരുന്നു അല്ലേ ചോദ്യം. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ്, അരിത്മിയ, ഈ ഡയൂററ്റിക്, ഇതൊക്കെ നമ്മൾ ആ ഒരു കാർഡിയോവാസ്കുലർ ഏജൻസ് പഠിക്കുന്ന സമയം നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. Next one, improvement of memory in Alzheimer's disease is brought about by drugs which increase transmission in. അപ്പൊ നിങ്ങൾക്ക് അറിയാം അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂറോൺസ് നമ്മുടെ സബ്സ്റ്റാൻഷ്യ നയഗ്ര എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഏരിയയിലുള്ള ന്യൂറോൺസ് ഡെത്ത് ആയി പോകുന്ന കണ്ടീഷൻ അൽഷൈമേഴ്സ് ഡിസീസ്. സോ ഈ അൽഷൈമേഴ്സ് ഡിസീസില് നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്നതിനകത്ത് ഏത് ഏജന്റുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയുള്ള ട്രാൻസ്മിഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഇംപ്രൂവ്മെന്റ് ഓഫ് മെമ്മറി ഇൻ അൽഷൈമേഴ്സ് ഡിസീസ് is brought about by drugs which increase transmission in the cholinergic receptors. കോളിനർജിക് റെസപ്റ്റേഴ്സിലുള്ള ട്രാൻസ്മിഷനിൽ ചേഞ്ച് വരുത്തിയാൽ മാത്രമേ നമുക്ക് അൽഷൈമേഴ്സ് ഡിസീസിൽ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അൽഷൈമേഴ്സ് ഡിസീസ് നിങ്ങൾക്ക് അറിയാലോ, മെമ്മറി ലോസ് ആണ് ആദ്യമേ ഉണ്ടാവുക. അത് ചിലപ്പോൾ ഷോർട്ട് ടേം ആവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം മെമ്മറി ലോസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ് ആൽക്കലൈൻ ഡയൂറസിസ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ പോയ്സണിങ് ഓഫ്. ഉത്തരം അവിടെ ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് വന്നിരുന്നത്. നമ്മൾ ഈ പോയ്സണിങ് ഉണ്ടാവുന്ന പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ പോയ്സൺ നമ്മുടെ ബോഡിയിൽ തന്നെ ഇനാക്ടിവേറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡിയിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള പരിപാടികൾ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂറിനും ആൽക്കലൈസ് ചെയ്ത് പോകും. സോ നമ്മുടെ യൂറിനിൽ കൂടെയുള്ള നമ്മുടെ ഡ്രഗിന്റെ എലിമിനേഷനും കൂടുതലായിരിക്കും. ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാർബിറ്റുറേറ്റ്സ് കൊണ്ട് പേഷ്യന്റിൽ പോയ്സണിങ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന് ബാർബിറ്റുറേറ്റ്സിന് കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ ബാർബിറ്റുറേറ്റ് ഏജന്റ് ബോഡിയിൽ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയം നമ്മൾ ഡയൂറസിസ് ചെയ്യും. അതും ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് ആയിരിക്കും ചെയ്യുക, സോ ദാറ്റ് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബാർബിറ്റുറേറ്റ്സ് എലിമിനേറ്റ് ആയിട്ട് പോകും.
Next question. A triangulizer used in hypertension is. Okay. So ഒരു ആന്റിസൈക്കോട്ടിക് കാറ്റഗറിയിൽ വരുന്ന ഒരു ഏജന്റ് ആണ്. അവരെ നമ്മൾ ഹൈപ്പർ ടെൻഷനും ഉപയോഗിക്കും. ഏതാണ് ഏജന്റ് എന്നാണ് ചോദ്യം. ഓക്കെ. സോ എ ട്രയാങ്കുലൈസർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. പ്രൊപ്പനോൾ, സോട്ടലോൾ, റെസർപൈൻ ആൻഡ് നിയോസ്റ്റിക്കിൻ. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. റെസർപൈൻ ആണ് ഓപ്ഷൻ. ഓക്കെ. A triangulizer used in hypertension is option C. റെസർപൈൻ. ഓക്കെ. പ്രൊപ്പനോളും സൊട്ടനോളും എല്ലാം ബി പിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ ആരായിരുന്നു? ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആയിരുന്നു. ഓക്കെ. നിയോസ്റ്റിക്മിൻ എന്താണ്? നിയോസ്റ്റിക്മിൻ ഇസ് an ആന്റി കോളിനർജിക് ഏജന്റ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A calcium channel blocker used in hypertension. വളരെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനിൽ ഒന്നാണ് കാൽസ്യം ചാനൽ ബ്ലോക്കർ. ACEയും ARB ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രില്ല് വരുന്ന ആൾക്കാരെല്ലാം ACE ആണെന്ന് പറഞ്ഞു. ലാസ്റ്റ് സാത്തൻ വരുന്നവരൊക്കെ നമ്മൾ ARB ആണെന്ന് പറഞ്ഞു. സോ ACEയുടെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ആദ്യം കാണുന്ന ക്യാപ്റ്റോപ്രില്ല്, എനലാപ്രില്ല്, രാമിപ്രില്ല്, ഇവരൊക്കെ ആരാണ്? ഓൾ ദീസ് ആർ ACE inhibitors. Okay. Reserpine നമ്മളിപ്പോ പറഞ്ഞു. It is a triangulizer which is having a anti-hypertensive action. Propranolol നമ്മൾ പറഞ്ഞു ആരാണ്? ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ എന്ന് പറഞ്ഞു അല്ലെ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെഫിഡിപ്പിൻ, ദെൻ നിഫിഡിപ്പിൻ, വെരാപ്പമിൽ, ഡിൽട്ടിയാസം, ഇവരൊക്കെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. വറീഡ് ആവേണ്ട ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇപ്പൊ നമ്മള് ആദ്യത്തെ ഒരു ചാപ്റ്ററിലെ ഫാർമക്കോളജി തീർത്തിട്ടുള്ളൂ. ഫർദർ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ ഡ്രഗും ഏതാണ് എന്നുള്ളത് കേട്ടോ. സോ ഇപ്പൊ നമ്മൾ പഠിക്കുക CCB എന്ന് പറയുന്നത് നിഫിഡിപ്പിൻ, പിന്നെ വെരാപ്പമിൽ, ഡിൽട്ടിയാസം. ഇത് മൂന്നും പഠിച്ചു പോയിക്കോ. നിഫിഡിപ്പിൻ, വെരാപ്പമിൻ ആൻഡ് ഡിൽട്ടിയാസം മൂന്നും എന്താണ്? മൂന്നും കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. സോ 43 ഓപ്ഷൻ ഡി എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേരൻട്രൽ ആന്റി കോവാഗുലന്റ് പ്രിപ്പറേഷൻ ഈസ്. ഓക്കെ. സോ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ആന്റി കോവാഗുലന്റ് ആണ് മൂന്നും അല്ലെ. വൈറ്റമിൻ കെ, ഹെപ്പാരിൻ, വാർഫാരിൻ, ഇവരെല്ലാവരെയും കോവാഗുലന്റ് ആന്റി കോവാഗുലന്റ് കാറ്റഗറിയിൽ വരുന്ന ഏജന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പേരൻട്രൽ പ്രിപ്പറേഷൻ ഏതാണെന്നാണ് ചോദ്യം. സോ പേരൻട്രൽ പ്രിപ്പറേഷൻ ഏതാണ്? ഇറ്റ് ഈസ് ഹെപ്പാരിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ. സോ വൈറ്റമിൻ എ നമ്മൾ ഏതിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ്? വൈറ്റമിൻ കെ. വാർഫാരിന്റെ ആന്റഗോണിസ്റ്റ് ആണ് വൈറ്റമിൻ കെ. ഹെപ്പാരിന്റെ ആന്റഗോണിസ്റ്റ് പ്രോട്ടമിൻ സൾഫേറ്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അതൊക്കെ പഠിച്ചോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്. വാർഫാരിനുണ്ട്, ഫെനിൻഡയോൺ ഉണ്ട്, ആസ്പിരിൻ ഉണ്ട്, അനാൽജിൻ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആൻസർ അറിയാം. ആസ്പിരിൻ, എക്കോസ്പിരിൻ എന്നൊക്കെ പറയുന്ന ഏജന്റ് നമ്മുടെ വീട്ടില് ഹാർട്ട് ഡിസീസ് ഉള്ളവരൊക്കെ കഴിക്കുന്ന ഒരു പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻ കൂടെയാണ് അല്ലെ. ആസ്പിരിൻ അല്ലെങ്കിൽ എക്കോസ്പിരിൻ എന്നൊക്കെ ബ്രാൻഡ് നെയിമിൽ കിട്ടും. എക്കോസ്പിരിൻ 75, അതൊക്കെ ആസ്പിരിൻ തന്നെയാണ്. സോ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ആസ്പിരിൻ. Next question. Angina. Nitroglycerin is given by. What is angina? ഒന്നുമില്ല. അഞ്ചൈന എന്ന് പറയുന്ന നെഞ്ചുവേദന, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഈ അഞ്ചൈനയിൽ നൈട്രോഗ്ലിസറിൻ കൊടുക്കുന്ന റൂട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. സോ അഞ്ചൈന എന്ന് പറയുന്ന കണ്ടീഷനിലെ പേഷ്യന്റിന്റെ ബ്ലഡ് വെസൽ എല്ലാം കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. ബ്ലഡ് വെസൽ എല്ലാം നാരോ ആയിരിക്കും. ഓക്കെ. സോ നൈട്രോഗ്ലിസറിൻ നമ്മൾ എങ്ങനെ കൊടുക്കാമെന്നാണ് ചോദ്യം. ഓക്കെ. ഇൻ അഞ്ചൈന നൈട്രോഗ്ലിസറിൻ ക്യാൻ ബി ഗിവൺ ബൈ സബ്ലിംഗ്വലി. ഓക്കെ. ഇങ്ങനെ കൊടുക്കാം. സബ്ലിംഗ്വലി കണ്ടിട്ടില്ലേ? ചെസ്റ്റ് പെയിൻ ഒക്കെ വരുന്ന സമയം നാക്കിന്റെ അടിയിൽ നമ്മളൊരു ടാബ്ലറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. സോ ഈ അഞ്ചൈന നൈട്രോഗ്ലിസറിൻ ഇസ് ഗിവൺ ബൈ സബ്ലിംഗ്വലി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? രേഷ്മ ക്ലിയർ ആണോ? പ്രത്യൂഷ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ഫോർ സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് കാർഡിയോവാസ്കുലർ അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലർ ഇവന്റ്
one of the analgesic used. ഇപ്പൊ ആ ചോദ്യം തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ടോ, antiplatelet drug is warfarin, sorry, aspirin. Antiplatelet drug is aspirin. So ഇവിടെ കണ്ടോ, for prevention of cardiovascular അല്ലെങ്കിൽ cerebrovascular events, analgesic. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ 75 mg നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു കാർഡിയോവാസ്കുലർ ഇഫക്റ്റും 150 mg നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു അനാൽജസിക്കും ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ ഒരേ ഡ്രഗ് 2 ഡോസിൽ 2 ആക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാർഡിയോവാസ്കുലറോ അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലർ ഇവന്റ്സ് ഒക്കെ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ആസ്പിരിൻ ആണ് ഉത്തരം. ഓക്കെ, an oxidative product of epinephrine which exert ഹീമോസ്റ്റാറ്റിക് ആക്ഷൻ, ഹോമിയോസ്റ്റാറ്റിക് ആക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ എപ്പിനെഫ്രിന്റെ ഒരു ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റ് ആണ്. അതിന് നമ്മുടെ ബോഡിയിൽ ഒരു കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാക്കാനും ആ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് എങ്ങനെ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നും ഒക്കെ അറിയാവുന്ന ഒരു എപ്പിനെഫ്രിന്റെ ഓക്സിഡേറ്റീവ് പ്രോഡക്റ്റ് ആരാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് അഡ്രിനോക്രോം മോണോസെമി കാർബസോൺ. അഡ്രിനോക്രോം മോണോസെമി കാർബസോൺ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A proton pump inhibitor used in duodenal ulcer. Okay, so a proton pump inhibitor used in duodenal ulcer ഏതാണ്? ഓപ്ഷൻ ബി, ലാൻസോപ്രസോൾ. സോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നത് ലാൻസോപ്രസോൾ ആണ്. ഓക്കെ, ലാൻസോപ്രസോൾ ആണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ ഡിയോഡിനൽ അൾസർ. വേറെ 2-3 പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ പേര് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. 2-3 പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ പേര് പറഞ്ഞേ, അറിയാവോ? ഒമിപ്രസോൾ, ദെൻ ഏതാണ്? റാബിപ്രസോൾ, പിന്നെ ലാൻസോപ്രസോൾ, ദെൻ ഇസോമിപ്രസോൾ കേട്ടിട്ടുണ്ടോ? ഇസോമിപ്രസോൾ എന്ന് പറയുന്ന ഏജന്റ് കൂടുതലായിട്ട് നമ്മൾ GRD എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, നമ്മൾ GRD പോലുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഇസോമിപ്രസോൾ കേട്ടോ. സോ PP എന്ന് ലാസ്റ്റ് അസോൾ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറയുന്ന ഏജൻസ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ, ഒരു ക്ലൂ പോലെ. പക്ഷെ ചില സമയം അസോൾസ് വരുന്ന വേറെയും ആന്റി ഡിപ്രസന്റ് ഏജൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. PPIയും H2 റിസപ്റ്റേഴ്സും പഠിക്കുക. ചില സമയം വേറൊരു രീതിയിലും ചോദ്യം വരാം. H2 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആയിരിക്കും ഡ്രഗ്. നമ്മളോട് ഈ PPIയിൽ നിന്ന് H2 റിസപ്റ്ററിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണമെങ്കിലും ചോദ്യം വരാം. സോ രണ്ടും അറിയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. H2 receptor antagonist which is used in hyperacidity. ഓക്കെ, ഹൈപ്പർ ആസിഡിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന H2 receptor antagonist ഏതാണ് എന്നാണ് ചോദ്യം. സോ അത് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അത് ആന്റാസിഡ് ആണ്. ഒമിപ്രസോളും ബാൻഡോപ്രസോളും എന്താണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അഥവാ PPI ആണ്. അപ്പൊ റാൻഫിൻ എന്താണ്? H2 receptor antagonist. റാൻഫിൻ, സിമിറ്റിഡിൻ എന്നൊക്കെ പറയുന്നത് H2 receptor antagonist ആണ്. അടുത്ത ചോദ്യം, ആന്റി സെക്രട്ടറി ഡ്രഗ് used in peptic ulcers. Okay, so anti secretory drug peptic ulcer ഉപയോഗിക്കാൻ പറ്റുന്ന ഏജന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇറ്റ് ഈസ് സൾഫാസാലസീൻ. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, മിൽക്ക് ഓഫ് മഗ്നീഷ്യം ഉണ്ട്. പക്ഷെ സെക്രീഷൻ കുറയ്ക്കാനായിട്ട് പെപ്റ്റിക് അൾസർ നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് സൾഫാസാലസീൻ ആണ്. ഓക്കെ, ഇത് സൾഫാസാലസീൻ. നെക്സ്റ്റ്, മഗാൾഡ്രേറ്റ് പ്രൊഡ്യൂസസ് സസ്റ്റെയിൻഡ് ഇഫക്റ്റ്. ഓക്കെ, മഗാൾഡ്രേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് എന്തിലാണ് ഒരു സസ്റ്റെയിൻഡ് ഇഫക്റ്റ് അറിയാലോ? എന്താ സസ്റ്റെയിൻഡ് ഇഫക്റ്റ്? സസ്റ്റെയിൻഡ് ഇഫക്റ്റ് എന്താ? കുറച്ച് കൂടുതൽ നേരം നമുക്ക് കിട്ടുന്നതിനെയാണ് സസ്റ്റെയിൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ മഗാൾഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു ആന്റാസിഡ് ആണ്. യൂഷ്വലി ഹാർട്ട് പെയിൻ, സോർ സ്റ്റൊമക്, അപ്സെറ്റ് സ്റ്റൊമക്കിനൊക്കെ വേണ്ടിയാണ് മഗാൾഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, സോ മഗാൾഡ്രേറ്റ് ഒരു ആന്റാസിഡ് ആണ്. നമ്മൾ ഒരു സസ്റ്റെയിൻഡ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെപ്റ്റിക് അൾസറിൽ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് മഗാൾഡ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെനിറ്റോയിൻ സോഡിയം. ഫെനിറ്റോയിൻ എന്ന് കേൾക്കുമ്പോഴേ അറിയണം. ഫെനിറ്റോയിൻ, കാർബമസെപ്പിൻ, സോഡിയം വാൽപ്പറേറ്റ്,
ഇത്തരം ഏജന്റുകളൊക്കെ പേര് കേൾക്കുമ്പോഴേ ഉത്തരം മനസ്സിൽ വരണം എന്ത് ഏജന്റ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഫെനിറ്റോയിൻ യൂസ്ഡ് ആസ് ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആണോ, ആന്റി അൾസർ ഏജന്റ് ആണോ, ആന്റി മലേറിയൽ ആണോ, ആന്റി കൺവൾസന്റ് ആണോ? ഏതാണ് ഉത്തരം? പറഞ്ഞേ. ഈ 8 പേർക്ക് ഉത്തരം അറിയില്ലേ? ഒന്ന് നോക്കിയാട്ടെ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. നോക്കൂ. ആർക്കും ഉത്തരം അറിയില്ല അല്ലേ? ഫെനിറ്റോയിൻ സോഡിയം ഏത് കാറ്റഗറിയിലാണെന്ന് ആർക്കും അറിയില്ല. ആന്റി കൺവൾസന്റ്. ഏതാ പറഞ്ഞേ? ആന്റി കൺവൾസന്റ് ആണോ പറഞ്ഞേ? അല്ലേ? അതെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പം ഈ കാർബമസെപ്പീൻ ആണ് ചോദിച്ചിരുന്നെങ്കിലോ? ആന്റി കൺവൾസന്റ്. സോഡിയം വാർപ്പറേറ്റ് ആയിരുന്നെങ്കിലും ഒക്കെ സെയിം ആണ്. ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, ബിസ് ഫോസ്ഫോണേറ്റ് യൂസ്ഡ് ടു ട്രീറ്റ് പാഗറ്റ്സ് ഡിസീസ്. എന്താ പാഗറ്റ്സ് ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി നമുക്കറിയാം അല്ലെ, നമ്മുടെ ബോൺ ഇങ്ങനെ പുതിയ പുതിയ ഓസ്റ്റിയോസൈറ്റ്സ് വന്നിട്ട് ബോൺ ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും, ആണ് പാഗറ്റ്സ് ഡിസീസ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ പഴയ ബോണുകള് പുതിയ ബോണുകൾ വന്നിട്ട് റീപ്ലേസ് ചെയ്യില്ല. ഓക്കെ, സോ അതിനെയാണ് പാഗറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത്. പാഗറ്റ്സ് ഡിസീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസ് ഫോസ്ഫോണേറ്റ്സ് ആണ്. ഓക്കെ, റാമിൻഡ്രോണേറ്റ്, അലൻഡ്രോണേറ്റ്, സോലിൻഡ്രോണേറ്റ് ഇതൊക്കെയാണ് ബിസ് ഫോസ്ഫോണേറ്റ്സിന്റെ എക്സാമ്പിൾസ് വരുന്നത്. പാമിൻഡ്രോണേറ്റ്, അലൻഡ്രോണേറ്റ്, സോലിൻഡ്രോണേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇവരെല്ലാവരെയും നമ്മൾ എന്തിനു യൂസ് ചെയ്യും? പാഗറ്റ്സ് ഡിസീസ്. താഴെ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും ബിസ്ഫോസ്ഫോറേറ്റ്സ് ആണെന്ന് മനസ്സിലായല്ലോ. കണ്ടോ? ഡ്രോണേറ്റ്, ഡ്രോണേറ്റ്, ഡ്രോണേറ്റ് എന്ന പാമിൻഡ്രോണേറ്റ്, അലൻഡ്രോണേറ്റ്, സോലൻഡ്രോണേറ്റ് ഇതെല്ലാം ബിസ്ഫോസ്ഫേറ്റ്സ് ആണ്. ഓക്കെ, സോ all of the above are the paget disease. Next question, drugs that contain same therapeutic moiety as salt, ester and complex are classified as same drug moiety, same salt, same ester, same complex ഒക്കെ ആണെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? ഫാർമസ്യൂട്ടിക്കൽ ഓൾട്ടർനേറ്റീവ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, we will call them as pharmaceutical alternatives എന്ന് വിളിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഡോപ്പമിന്റെ ക്ലാസിഫിക്കേഷൻ. ഓർമ്മയുണ്ടോ ഡോപ്പമിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചത്? ഈ ചോദ്യം ഡിസ്കസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ഡോപ്പമിൻ എഗോണിസ്റ്റ് ആരൊക്കെയാ? ഡോപ്പമിൻ എഗോണിസ്റ്റ് ആരൊക്കെയാണ്? നമ്മുടെ പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഡിസീസിൽ യൂസ് ചെയ്യുന്നതാണ് ഡോപ്പമിൻ എന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? പാർക്കിൻസോൺസത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഡോപ്പമിൻ അല്ലേ? അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്, അതുകൊണ്ട് ഇനിയും നമ്മൾ അതിനെ സമയം കളയുന്നില്ല. സെലിജിലിനുണ്ട്, എൻഡാകാപ്പോൺ ഉണ്ട്, ബ്രോമോകപ്പിൻ ഉണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർ പാർക്കിൻസോണിസം ഡിസീസ്. സോ എൻഡാകാപ്പോൺ കോംടാഡ് അല്ലേ? അമാൻചാഡിൻ ഉണ്ടായിരുന്നു. അമാൻചാഡിൻ എന്തായിരുന്നു? അമാൻചാഡിൻ ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ. ഓക്കെ, ഓപ്ഷനിൽ ഇല്ല, പക്ഷെ അമാൻചാഡിനാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡോപ്പമിൻ എഗോണിസ്റ്റ് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഉത്തരം? ബ്രോമോ ക്രിപ്റ്റിൻ. നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നായിരുന്നോ? ബ്രോമോക്രിപ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ എന്റെ നോട്ടിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നായിരുന്നോ? കിട്ടിയിരുന്നോ അത്? തന്നായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതെല്ലാരും നോക്കുക. അപ്പൊ ഇനി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് പാർക്കിൻസോൺസം ഡ്രഗിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോപ്പമിൻ പ്രിക്കേഴ്സറാണ്. അത് ഡോപ്പമിൻ എങ്ങനെയാണോ ബ്രെയിനിൽ ആക്ട് ചെയ്യുക അതേപോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ഡോപ്പമിൻ പ്രിക്കേഴ്സർ. അത് നമ്മൾ ലിവോഡോപ്പയാണ് കൊടുക്കുക. അപ്പൊ ലിവോഡോപ്പ എന്ത് ചെയ്യുന്ന വെച്ചാല്
ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ സാധാ പോലെ എൻട്രി ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യും? ലീവർ ഫോമിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. ലീവർ ഫോം ബോഡിയിലേക്ക് കയറി കഴിയുമ്പോൾ അതിന്റെ ഷെല്ല് പൊട്ടിച്ചുകൊണ്ട് ലീവർ ഫോമിനെ വിട്ടുകൊണ്ട് ഡോപ്പമിൻ ആയിട്ട് ബ്രെയിനിൽ ആക്ട് ചെയ്യും. അതിനാണ് ഡോപ്പമിൻ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ എന്നാ പറയുന്നത്. പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡോപ്പമിൻ ഏജൻസിനെയൊക്കെ അല്ലെങ്കിൽ ഡോപ്പമിനെ ഈ ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഡീഗ്രേഡ് ചെയ്യിച്ചോണ്ടിരിക്കും അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഡീകാർബോക്സിലേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് ഈ കാർബിഡോപ്പ, ബെൻസെറാസൈഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഡീകാർബോക്സിലേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജന്റുകളാണ് കേട്ടോ. ഇനി അടുത്തത് ഡോപ്പമിന് അഗോണിസ്റ്റ് അല്ലെങ്കിൽ ഡോപ്പമിൻ അഗോണിസ്റ്റ്. ഡോപ്പമിനർജിക് അഗോണിസ്റ്റ് എന്നോ ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്നോ ഒക്കെ ക്വസ്റ്റ്യൻ വന്ന ആൻസർ ഏതാണ്? ബ്രോമോക്രിപ്റ്റിൻ, പ്രോപ്പിൻറോള്, പ്രാമിപ്രക്സോള്. ഏതൊക്കെയാണ്? ബ്രോമോക്രിപ്റ്റിന്, റോപ്പിൻറോള്, പ്രാമിപ്രക്സോള്. ഓക്കെ, BPR. ഓക്കെ, BPR എന്ന് ക്ലൂഡ്. ബ്രോമോഹെക്സിൻ, പ്രാമിപ്രക്സോള്, റോപ്പിൻറോള് 3 ഡോപ്പമിനർജിക് അഗോണിസ്റ്റ് ആണ്. അടുത്തത് മാവോ ബി ആണ് സെലിജിലിൻ. മാവോ ബി ഇൻഹിബിറ്റർ ആണ് സെലിജിലിൻ. ഫോംറ്റ് ഇൻഹിബിറ്റർ ആണ് എൻഡാകാപ്റ്റോൺ, ടോൾകാപ്റ്റോൺ. ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഏതായിരുന്നു? അമാൻറ്റാഡിൻ ആണ് ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ. സോ നമ്മളുടെ ചോദ്യം ഡോപ്പമിൻ അഗോണിസ്റ്റ് ഏതാണ് എന്നാണ്. പ്രോപ്പിൻറോള്, പ്രാമിപ്രക്സോള്, ബ്രോമോക്രിപ്റ്റിൻ. ഓപ്ഷൻ സി ആണ് ഇത്രേ. അടുത്ത ചോദ്യം നോക്കാം. വിൻക്രിസ്റ്റിൻ ഈസ് യൂസ്ഡ് ആസ്. സോ വിൻക്രിസ്റ്റിൻ എന്താണ്? വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ദേ ആർ ആന്റി ക്യാൻസർ ഏജന്റ്. ആന്റി ഫംഗൽ അല്ല, ആന്റി ഡിപ്രസന്റ് അല്ല, ആന്റി ട്യൂബർക്കുലർ അല്ല. വിൻക്രിസ്റ്റിൻ ഈസ് ആൻ ആന്റി ക്യാൻസർ ഡ്രഗ്. ദെൻ പാൻക്രിയാറ്റിൻ എന്താണ്? പാൻക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഡൈജസ്റ്റന്റ് ആണ്. ആന്റാസിഡ് എന്താ? ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റാസിഡ്. ആന്റി ടസീവ് എന്താ? ആന്റി ടസീവ് നമ്മൾ കഫൊക്കെ വരുമ്പോ യൂസ് ചെയ്യില്ലേ? ആന്റി ടസീവ്സ്, സിറപ്സ്, കഫ് സിറപ്സ് ഒക്കെ ആന്റി ടസീവ്. ആന്റി എമിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വോമിറ്റിംഗ് തടയാനായിട്ട്. സോ ഡൈജസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് പാൻക്രിയാറ്റിൻ. ഓക്കെ, ഇതാണ് പാൻക്രിയാറ്റിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. ലോഡിംഗ് ഡോസ്. അപ്പൊ ഞാൻ ലോഡിംഗ് ഡോസും മെയിൻ്റെനൻസ് ഡോസും ഷെയർ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോഡിംഗ് ഡോസ് നമ്മൾ ആദ്യം നമ്മുടെ ബ്ലഡിൽ ഒരു സഫീഷ്യന്റ് എമൗണ്ട് എത്താൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കോൺസെൻട്രേഷൻ ആണ് ലോഡിംഗ് ഡോസ്. മെയിൻ്റെനൻസ് ഡോസ് എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മള് നമ്മുടെ ഡോസ് കുറയ്ക്കാനായിട്ട്, അതായത് 50 mg ഉപയോഗിച്ച് ലോഡിംഗ് ഡോസ് ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് 10 mg മതി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സോ മെയിൻ്റെനൻസ് ഡോസ് എന്ന് പറയുന്നത് അതാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ, ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ലോഡിംഗ് ഡോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എത്ര വോളിയത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ലോഡിംഗ് ഡോസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോഡിംഗ് ഡോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ഫീനോക്സി മീഥൈൽ പെൻസിലിൻ എന്ന് പറയുന്നത് ഏതാണ്? ഫീനോക്സി മീഥൈൽ പെൻസിലിൻ തന്നെ എന്താണെന്ന് അറിയാം? ആസിഡ് റെസിസ്റ്റന്റ് ആണെന്ന് അറിയാം. സോ പൊട്ടാസ്യം ഫീനോക്സി എന്ന് പറയുന്നതാണ് ആസിഡ് റെസിസ്റ്റന്റ് പെൻസിലിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിങ്ങളൊന്ന് ചോദിക്കണം, ഞാൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നമുക്ക് തിയറി പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കണം. ഈ ആന്റിബയോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ, പെൻസിലിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ തിയറി എത്താൻ വരെ കാത്തിരിക്കേണ്ട, അതിന് മുമ്പേ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. ചോദിക്കണേ എന്നോട്. നെക്സ്റ്റ്, കാർബിമെസോള്, മെത്തിമെസോള്, ഇവരൊക്കെ ഏത് ഡ്രഗാ? കാർബിമെസോള്, മെത്തിമെസോളൊക്കെ ആന്റി മലേറിയൽ ആണോ? എന്തോ? ആന്റി തൈറോയിഡ്. തൈറോയിഡ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം അല്ലെ, മെത്തിമെസോള്, കാർബിമെസോൾ ഒക്കെ ആന്റി തൈറോയിഡ് ഏജന്റ്. എന്നാ ആന്റി മലേറിയൽ ആകുമ്പോ ഏതാ ഏജൻസ് വരിക? ക്ലോറോക്വിൻ.
ഓക്കെ. സോ ഓപ്ഷൻസ് വരുമ്പോഴേ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതല്ലെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഓപ്ഷൻസിലേക്കും കൂടെ കണ്ണൊന്ന് പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പൈറനോലാക്ടോൺ ഏതാണ് എന്നാണ് ചോദ്യം. സ്പൈറനോലാക്ടോൺ ഓസ്മോറ്റിക് ഡയൂററ്റിക് ആണോ, സ്റ്റിറോയിഡൽ ഡയൂററ്റിക് ആണോ, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണോ? ഇതൊന്നും അല്ലേ. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ അറിയാലോ, ഏതാ? അസെറ്റസോളമൈഡ്. ഓക്കെ. സോ ഓസ്മോട്ടിക് ഡയൂററ്റിക് നിങ്ങൾക്ക് അറിയാം. സ്പൈറനോലാക്ടോൺ എന്ന് പറയും സ്റ്റിറോയിഡ്, ഫിറോസ് ഒരു സ്റ്റിറോയിഡ് ഡയൂററ്റിക് ആണ്. അടുത്ത ചോദ്യം, ടെസ്റ്റോസ്റ്റിറോൺ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം അറിയോ? ഓപ്ഷൻ എ ആണ്, മെയിൽ സെക്സ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻസ്, ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് കേട്ടോ. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ കണ്ടാൽ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. ആന്റി തൈറോയ്ഡ് ഹോർമോൺസ് അറിയാലോ, കാർബമസോള്, മെത്തിമസോള്. ആന്റി മലേറിയൽ അറിയാലോ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, ക്ലോറോക്വിൻ ഒക്കെ വരുന്നത് ആന്റി മലേറിയൽ ആണ്. നെക്സ്റ്റ് വൺ, ട്രൈ പൊട്ടാസ്യം ഡൈസിട്രോ ബിസ്മുത്തേറ്റ് എന്തിനു യൂസ് ചെയ്യുന്ന പൊട്ടാസ്യം ഏജൻസ്? അത് ബിസ്മത്ത് ഏജൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെപ്റ്റിക് അൾസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഈസ് സീൻ. സോ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്? ഡ്രഗിന് ഒരു നാരോ പ്രൊഫൈൽ ഓഫ് സേഫ്റ്റി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് വിളിക്കുക. സോ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കാണിക്കുന്ന ഏജന്റ് ഡിഗോക്സിൻ അല്ലെങ്കിൽ ഡിജിറ്റോക്സിൻ. ഇതൊക്കെ ഏതാണ്? നാരോ തെറാപ്യൂട്ടിക്സ് ഇൻഡെക്സ് വരുന്ന ഏജൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്കൽ അനസ്തെറ്റിക് വിച്ച് ഇസ് കോൾഡ് ആസ് എ യൂണിവേഴ്സൽ അനസ്തെറ്റിക്. അപ്പം ലോക്കൽ അനസ്തെറ്റിക്കും അറിയാം, ജനറൽ അനസ്തെറ്റിക്കും അറിയാം. ലോക്കൽ അനസ്തെറ്റിക്കിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലിഡോക്കെയിൻ ഒക്കെ ഏതാണ്? ലോക്കൽ അനസ്തെറ്റിക് ആണ്. സോ ലോക്കൽ അനസ്തെറ്റിക് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ യൂണിവേഴ്സൽ അനസ്തെറ്റിക് എന്ന് പറയുന്ന ഏജന്റ് ഏതാണ്? ഇറ്റ് ഈസ് ലിഡോക്കെയിൻ. ഓക്കെ, ക്ലിയർ ആണോ? ബുപ്പിവാക്കെയിൻ, പ്രൊക്കെയിൻ, ഡ്രോപ്പിവാക്കെയിൻ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ the local anesthetic which is used as a universal anesthetic എന്നാണ് നമ്മളുടെ ചോദ്യം. So it is lidocaine. Next question, all are third generation anesthetic except. അപ്പം third generation anesthetic ആണ്. സോറി, തേർഡ് ജനറേഷൻ സെഫലോസ്പോറിനാണ് താഴെ പറഞ്ഞിരിക്കുന്നവരെല്ലാരും. അതിനകത്ത് ഒരാൾ ഒഴിച്ച്. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ സെഫ്ട്രിയാക്സോണും സെഫോപിറാസോണും സെഫോടാക്സിമും ഇവരെല്ലാവരും എന്താണ്? തേർഡ് ജനറേഷൻ അനസ്തെറ്റിക് ആണ്. എക്സെപ്റ്റ് സെപ്പിറോം മാത്രമാണ് അതല്ലാത്തത്. ബാക്കിയെല്ലാം എന്താണ്? ഓൾ ആർ തേർഡ് ജനറേഷൻ cephalosporin agents ആണ്. ഓക്കെ, which of the following drugs should be avoided with potassium supplements? Okay, പൊട്ടാസ്യം സപ്ലിമെന്റില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊട്ടാസ്യം സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് ഏത് ഏജന്റ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഗ്ലൂക്കോട്രോൾ ആണോ, ക്ലോട്രൈമെറ്റോൺ ആണോ, എഫെക്സർ ആണോ, ടാക്രോലിമസ് ആണോ? ഏതാണ് ചോദ്യം? പൊട്ടാസ്യം സപ്ലിമെന്റിന്റെ കൂടെ കൊടുക്കാൻ പറ്റാത്ത ഏജന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ടാക്രോലിമസ്. ടാക്രോലിമസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടാക്രോലിമസ് പൊട്ടാസ്യത്തിനെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് തടയും. ഓക്കെ, സോ ടാക്രോലിമസ് എലിമിനേഷൻ കുറയ്ക്കുമ്പോൾ പൊട്ടാസ്യത്തിന്റെ അളവ് ബോഡിയിൽ നമ്മുടെ ബ്ലഡിൽ കൂടും. അതേപോലെ തന്നെ പൊട്ടാസ്യം സപ്ലിമെന്റ് കൊടുക്കുന്ന സമയം ആ പൊട്ടാസ്യവും ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഹൈപ്പർ കലീമിയ ഉണ്ടാക്കും. സോ ടാക്രോലിമസും പൊട്ടാസ്യം സപ്ലിമെന്റും ഒരുമിച്ച് കൊടുക്കാൻ നമ്മൾ പാടില്ല. നെക്സ്റ്റ് വൺ, ഗ്ലൂനത്തിഡീൻ ഈസ് യൂസ്ഡ് ആസ്. സോ ഗ്ലൂനത്തിഡീൻ എന്താണ്? ഗ്ലൂനത്തിഡീൻ ഈസ് ആൻ ആന്റി ഹൈപ്പർ ടെൻസീവ് ഏജന്റ്. ഓക്കെ, സോ ഗ്ലൂനത്തിഡീൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഹൈപ്പർ ടെൻസീവ് ഏജന്റ് ആണ്. ഗ്ലൂനത്തിഡീൻ. Next question, penicillinase resistant penicillin. So penicillinase എന്താ?
പെൻസിലിനേസ് എന്താ? എൻസൈം അല്ലെ. പെൻസിലിനേസിന്റെ ഉപയോഗം എന്താണ്? പെൻസിലിനേസിന്റെ ഉപയോഗം നമ്മൾ പൊതുവെ എപ്പോഴും കൊടുക്കുന്ന സമയം നമ്മള് എന്താ ടസോബാക്ടം അല്ലെങ്കിൽ ക്ലാവറിനിക് ആസിഡ് ഇവരെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനാണ്? ഈ പറയുന്ന പെൻസിലിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ പെൻസിലിനേസ് എൻസൈം ഉണ്ടെങ്കിൽ അവര് നമ്മളുടെ ഡ്രഗിനെ കൂടുതലായിട്ട് ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, ഈ പെൻസിലിനേസ് എൻസൈം ഉണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് നമ്മളുടെ ഡ്രഗിനെ ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പെൻസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളെ ഈ ഡ്രഗിന്റെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ ചോദ്യം ഇപ്പോൾ എന്താണ്? പെൻസിലിനേസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെൻസിലിൻ ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ക്ലോക്സാസിലിൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലോക്സാസിലിൻ ആണ് ഉത്തരം. പെൻസിലിനേസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിലിൻ ഏതാണ്? ഇറ്റ് ഈസ് ക്ലോക്സാസിലിൻ. Next one of the drug which is used in ear infections. ഇത് സൾഫാ ഡ്രഗിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൾഫാഡയസീൻ എവിടെയാണ്, സൾഫാഡോക്സിൻ എവിടെയാണ്, സൾഫാ ഗുവനഡീൻ എവിടെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോന്ന് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഇയർ ഇൻഫെക്ഷൻ. സോ സൾഫാ അസെറ്റമൈഡ് ആണ് നമ്മൾ ഇയർ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലോ സൾഫാ ഗുവാനിഡിൻ എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഓക്കെ, സൾഫാഡയസീന് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്, സൾഫാഡോക്സിനും മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. സൾഫാ ഗുവാനൈഡിനും സൾഫാ അസെറ്റമൈഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെർട്ടൻ ഇൻഫെക്ഷൻസിന് കൊടുക്കുന്ന. സൾഫാ ഗുവാനൈഡിന് ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷനും സൾഫാ അസെറ്റമൈഡ് നമ്മൾ ഇയർ ഇൻഫെക്ഷൻസിനും ആയിരിക്കും കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പൈൽ തയോയുറാസിൽ എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കാർബമസോള്, മെത്തിമസോള്, പ്രൊപ്പൈൽ തയോയുറാസിൽ ഇവരെല്ലാവരും ആന്റി തൈറോയിഡ് ഏജന്റ് ആണ്. ഓക്കെ, ഓൾ ദീസ് ആർ ആന്റി തൈറോയിഡ് ഏജന്റ്. നെക്സ്റ്റ് ഡ്രഗ് യൂസ്ഡ് ആസ് നേസൽ കൺജസ്റ്റന്റ് അറിയാലോ, സ്യൂഡോഎഫിഡ്രിൻ. എഫിഡ്രിന്റെ ഏജന്റ് ആണ് നമ്മൾ നേസൽ കൺജസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ 73 ഈസ് സ്യൂഡോഎഫിഡ്രിൻ. ഓപ്ഷൻ എ. പൈലോകാർപ്പിനോ ഫൈസോസ്റ്റിക്കിനോ അട്രോപ്പിനോ ഒന്നും അല്ല യൂസ്ഡ് ആസ് നേസൽ കൺജസ്റ്റന്റ് എന്ന് പറയുന്നത് സ്യൂഡോഎഫിഡ്രിൻ ആണ്. നെക്സ്റ്റ് കാർമിനേറ്റീവ് ആർ ഡ്രഗ്. ഓക്കെ, കാർമിനേറ്റീവ് എന്ന് പറയുന്നത് എന്ത് ഡ്രഗ് ആണ് എന്നാണ് ചോദ്യം. കാർമിനേറ്റീവ് ആർ ഡ്രഗ് വിച്ച് ആർ യൂസ്ഡ് ടു എക്സ്പെൽ ഗ്യാസ് ഫ്രം ദ സ്റ്റൊമക്. നമുക്കറിയാം കുട്ടികൾക്കൊക്കെ നമ്മൾ കാർമിസൈഡ് കൊടുക്കും അല്ലെ, വലിയ ആൾക്കാരും കാർമിനേറ്റീവ്സ് കഴിക്കും. എന്തിനാണ്? ടു എക്സ്പെൽ ഗ്യാസ് ഫ്രം ദ സ്റ്റൊമക്. അപ്പൊ ആസിഡ് സെക്രീഷൻ കഴിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? ആന്റി അൾസർ ഏജൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് തന്നെ കുറെ ഏജൻസ് പഠിച്ചിരുന്നു അല്ലെ, ആന്റി അൾസറേറ്റീവ് ഏജൻസ് ഒക്കെ. ഇപ്പം PPI ആയിക്കോട്ടെ, H2 ആയിക്കോട്ടെ, അവരെല്ലാരെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടു ഡിക്രീസ് ദ സെക്രീഷൻ, ഓക്കെ, ഫ്രം ഇൻഡസ്റ്റൈൻ. അതേപോലെ ഇപ്പം നമ്മൾ കഫ് സിറപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഏജൻസ് ഉണ്ടാവും. മിക്ക ഏജൻസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ഡിക്രീസ് ദ സെക്രീഷൻ, ലങ്സിൽ നിന്നുള്ള സെക്രീഷൻ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മിക്കവാറുമുള്ള ഏജൻസിനെ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബയോ സെക്രീഷൻ ആണോ അതോ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആയിട്ടാണോ? എന്തിനാണ് നമ്മൾ കാർബണേറ്റീവ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. കാർബണേറ്റീവ്സ് ആർ യൂസ്ഡ് ടു എക്സ്പെൽ ദ ഗ്യാസ് ഫ്രം ദ സ്റ്റൊമക്. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഗ്യാസിനെ എക്സ്പെൽ ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഫംഗൽ ആന്റിബയോട്ടിക് ഈസ്. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ, ആന്റി ബാക്ടീരിയൽ ഏജന്റ് എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുള്ളൂ. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് വെച്ചിട്ട് കില്ല് ചെയ്യുന്നതിനെ നമ്മൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ചോദ്യം, ദ ഡ്രഗ് യൂസ്ഡ് ടു, അല്ലെങ്കിൽ ദ ഡ്രഗ് യൂസ്ഡ് ആസ് എ ആന്റിബയോട്ടിക്, ഫംഗൽ ആന്റിബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏജന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ദ ഏജന്റ് ഈസ് ഗ്രിസിയോഫുൾവിൻ. ഓക്കെ, ഏജന്റ് ആണ് ഗ്രിസിയോഫുൾവിൻ ആണ് ഏജന്റ്. ഓക്കെ, ദ ഏജന്റ് ഈസ് ഗ്രിസിയോഫുൾവിൻ. ഓക്കെ.
ഓ ഗ്രിസിയോഫോൾവിൻ പറഞ്ഞല്ലോ. കെനാമൈസിനും ആന്റി ഫംഗല ഫ്ലോടെട്രാസൈക്ലിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഓറൽ ഫംഗൽ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രിസിയോഫോൾവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് യൂസ്ഡ് ഇൻ പാർക്കിൻസോണിസം. പാർക്കിൻസോണിസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്? മീഥൈൽ ഡോപ്പയാണോ, അതോ ലിവോഡോപ്പയാണോ, ഡൈമൈൻ ഹൈഡ്രേറ്റ് ആണോ, കാർബമസോൾ ആണോ? ഏതാണ് ഉത്തരം? പാർക്കിൻസോൺസത്തിൽ നമ്മൾ ഇപ്പൊ കൂടെ പറഞ്ഞേ ഉള്ളൂ പാർക്കിൻസോൺസത്തിൽ ഉപയോഗിക്കുന്ന ഏജന്റ്. ഉത്തരം പറഞ്ഞത് ഏതാ പാർക്കിൻസോൺസത്തിൽ ഉപയോഗിക്കുന്നതെന്ന്? ലിവോഡോപ്പ. ഓക്കെ, ലിവോഡോപ്പ അല്ലെങ്കിൽ മറ്റേ പെരിഫ്രഡി കാർബോക്സൈസ് ഇൻഹിബിറ്റർ അല്ലെങ്കിൽ കാർബിഡോപ്പ. ഇതൊക്കെയാണ് കേട്ടോ ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ആന്റി വൈറൽ ഡ്രഗ്, താഴെ പറഞ്ഞിരിക്കുന്നതിൽ ആന്റി വൈറൽ ഡ്രഗ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെട്രോണിഡസോൾ. അസോൾ ലാസ്റ്റ് വരുമ്പോൾ ആന്റി ഫംഗൽ ആണ്. ക്ലോറോക്വിൻ അറിയാം, ആന്റി മലേറിയൽ ഏജന്റ് ആണ് ക്ലോറോക്വിൻ എന്ന് പറയുന്നത്. ക്വിനീനും അത് തന്നെയാണ്. ഇന്റർഫെറോൺ എന്ന് പറയുന്നതാണ് ആന്റി വൈറൽ ഏജന്റിന് എക്സാമ്പിൾ ആരാണ്? ഇറ്റ് ഈസ് ഇന്റർഫെറോൺ. ഓക്കെ, ഇന്റർഫെറോൺ ആണ് ആന്റി വൈറൽ ഏജന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the drug having at least the least anti-inflammatory activity. താഴെ പറഞ്ഞിരിക്കുന്നതിനകത്ത് എല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്. ഒരാൾക്ക് സ്വല്പം കുറവാണ്. അത് ഏത് ഏജന്റ് ആണ്? മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൽഡോസ്റ്റിറോൺ ആണ് ഉത്തരം. ഓക്കെ, സോ പ്രെഡ്നിസലോൺ ഉണ്ട്, പ്രെഡ്നിസലോൺ ഉണ്ട്, ഹൈഡ്രോകോർട്ടിസോൺ ഉണ്ട്, ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ചോദ്യം ദ ഡ്രഗ് ഹാവിങ് ലീസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉള്ളത് ഏതിനാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇറ്റ് ഈസ് ആൽഡോസ്റ്റിറോൺ. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ലോക്കൽ അനസ്തെറ്റിക് എന്നാണ് ചോദ്യം. ഓക്കെ, ലോക്കൽ അനസ്തെറ്റിക്കിനകത്ത് നാച്ചുറൽ ഏജൻസിന്റെ അകത്ത് വരുന്നതാണ് കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ്. നൈട്രസ് ഓക്സൈഡ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ് ജനറൽ അനസ്തേസിയ. ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് അല്ലെ. കളർലെസ്, ഒരു സ്വീറ്റ് ടേസ്റ്റ് ഒക്കെ ഉള്ള ഗ്യാസ് ആണ്. നോൺ ഇൻഫ്ലേമബിൾ ആണ്. ബ്ലഡിൽ ലയിക്കില്ല. ബ്ലഡിൽ ലയിച്ചാൽ തന്നെയും അത് നമ്മുടെ ബോഡിക്ക് ഒരു ഓക്സിജൻ സപ്ലിമെന്റ് ആയിട്ട് മാറില്ല. ലങ്സിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഇതൊക്കെ പഠിച്ചതാണ്. സോ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടുള്ള ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഐ സർജറി ഏതാണ്? ഇറ്റ് ഈസ് കൊക്കൈൻ. ഓക്കെ, ഇറ്റ് ഈസ് കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, സോ 80 മതി കേട്ടോ. ഇന്ന് 80 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ യൂട്യൂബിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈവനിങ് ഏതാ ടോപ്പിക് വേണ്ടേ? ജൂറിസ് വേണോ, ഫാർമക്കോളജി വേണോ? ജൂറിസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ ഓരോന്നിന്റെയും ഓരോ ടോപ്പിക് വെച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്കും ബോറടിക്കത്തില്ല, എനിക്കും ബോറടിക്കത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് പറ്റുമെങ്കിൽ DSBM കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 ടോപ്പിക്കിന് ഡീൽ ചെയ്യാം. ഓക്കെ, ജൂറിസും ചെറിയ ടോപ്പിക്കാണുള്ളത്. നമ്മുടെ DSBM രണ്ടും എന്താ പറയുക ഡ്രൈ ടോപ്പിക്സ്. അപ്പൊ രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. സോ ജൂറിസ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യം എടുത്ത് വെക്കുക. DSBM ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ DSBM ടെക്സ്റ്റും കൂടെ എടുത്ത് വെക്കണം കേട്ടോ. Okay, bye. Thank you.